നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. 2026 പുതിയ വർഷം വരികയാണ്. എല്ലാവരുടെയും പ്രതീക്ഷ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. കാർത്തികയ്ക്ക് 2 കൂറുണ്ട്. കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. കാർത്തികയുടെ കാൽഭാഗം വരെ മേടക്കൂറും 3/4 ഭാഗം ഇടവക്കൂറുമാണ്. മേടക്കൂറുകാർക്ക് ഈ വർഷം ആദ്യഘട്ടം 2026 6-ാം മാസം വരെ വേഴഗ്രഹം 3-ലാണ്. അത് കഴിയുമ്പോൾ 2026 10-ാം മാസം വരെ വേഴൻ 4-ലും. അത് കഴിഞ്ഞാൽ വേഴൻ 10-ാം മാസം മുതൽ 2027 ജനുവരി വരെ വേഴൻ വീണ്ടും കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും. വേഴത്തിന് 3 മാറ്റമുണ്ട്. വേഴൻ 3-ന്ന് മാറി 4-ലും, 4-ന്ന് മാറി 5-ലും, 5-ന്ന് മാറി വീണ്ടും 4-ലാണ് മേടക്കൂറുകാർക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ വേഴൻ 3 നിൽക്കുന്ന ഈ വർഷം ആദ്യഘട്ടം 6-ാം മാസം വരെ നമുക്കിത്തിരി ദോഷങ്ങളാണ്. വേഴൻ 3 നിൽക്കുന്ന സമയം മേടക്കൂറുകാർക്ക് കലഹം, വിരോധം, ഒരു വോട്ടിന് തോറ്റുക, ഒരു മാർക്കിന് തോറ്റുക, റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാതിരിക്കുക, കിട്ടിയ ജോലി കളഞ്ഞിട്ട് വരിക, ഒരു രാജ്യത്തിൽ ഉറച്ചു നിൽക്കാതെ വരിക, കിട്ടിയ ജോലി അധികാരമൊക്കെ വേണ്ടാന്ന് തോന്നിപ്പോവുക, നല്ല വരുമാനമുള്ള ജോലികളും ബിസിനസ്സുകളൊക്കെ ആണെങ്കിലും അതൊന്നും ശരിയാവൂല എന്ന് തോന്നി പെട്ടെന്ന് നമുക്കതൊക്കെ ഉപേക്ഷിച്ച് പോവാൻ തോന്നുക, വാശി വിരോധങ്ങൾ കൂടുക. വേഴൻ 3 നിൽക്കുമ്പോൾ അരിഭവനെ സഹദേവ ബൃഹദാം ഭക്തോ സ്ഥിതി കലഹ എന്നാണ്. 3-ലും 6-ലും വേഴനും ശുക്രനും സഞ്ചരിക്കുന്ന സമയം കലഹമാണ്. അപ്പോൾ 3 പറയുന്നത് സഹോദരങ്ങളും സഹചാരികളുമാണ്. സഹോദരങ്ങളോട് വിരോധം തോന്നും, സഹചാരികളോട് വിരോധം തോന്നും. എന്നാൽ സഹോദരങ്ങളും സഹചാരികളും നമ്മളെ സഹായിക്കുന്ന ഘട്ടമാണ്. 3 വേഴൻ നിൽക്കുമ്പോൾ കലഹം ഉണ്ടെങ്കിലും സൗമ്യേ ഭ്രാതൃഗതയെ സഹോദര സഹായ ആരോഗ്യലാഭാധികം സൽബുദ്ധേരുദയച്ച ധൈര്യരുതി ഇത്യേതൽ ഫലപ്രദമാണ്. സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടും ഗുണം, ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറും, ലാഭാധികം നമുക്ക് അധികമായ ലാഭങ്ങൾ കിട്ടും. പ്രയത്നിക്കുന്നത് പെട്ടെന്ന് മെച്ചം കിട്ടിയില്ലെങ്കിലും നമുക്ക് നേടി ജയിക്കാൻ പറ്റും. സൽബുദ്ധി, നമുക്ക് നല്ല ബുദ്ധി കിട്ടും. എന്താണ്, ഒരു കാര്യം എങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് തോന്നും. പക്ഷെ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന സമയമാണ് 3-ൽ വേഴൻ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല ആലോചന ശേഷിയും കഴിവും കാര്യങ്ങളും ഉപയോഗിച്ച് നല്ലതേത് കെട്ടതേതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വിജയങ്ങൾ കിട്ടും. സഹോദരങ്ങൾ മാത്രമല്ല, വേഴൻ സന്താനകാരകനാണ്. മക്കളുമായിട്ടും വഴക്കും പ്രശ്നങ്ങളും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2026 6-ാം മാസം വരെ മേടക്കൂറുകാർക്കും 6-ാം മാസം കഴിഞ്ഞ 10-ാം മാസം വരെ ഇടവക്കൂറുകാർക്കും വേഴനെന്ന് പറയുന്ന ഗ്രഹം 3-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഈ കാലഘട്ടം വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ധനകാരകൻ മാത്രമല്ല, ഈശ്വരകാരകനുമാണ് വേഴൻ. ഈശ്വരാനുഗ്രഹം മൊത്തത്തിൽ അങ്ങ് കുറഞ്ഞു നിൽക്കും കണക്ക് തോന്നുന്ന സമയമാണ് വേഴഗ്രഹം 3 നിൽക്കുമ്പോൾ. അപ്പോൾ വേഴൻ 3-ന് 2026 6-ാം മാസം മുതൽ 4-ലേക്ക് വരും മേടക്കൂറുകാർക്ക്. അപ്പോൾ 4 പറയുന്നത് ക്ഷേത്രം, സുഖം, വാഹനം, ആസനം, വീട്, വസ്തു, കെട്ടിടം, വാഹനമൊക്കെ. വളരെ കാലം കൊണ്ട് വീട് വയ്ക്കാൻ ശ്രമിച്ചിട്ട് വീട് വെപ്പ് നടക്കാതെ കിടക്കുന്ന ആൾക്കാർക്ക് വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും ഒരു വസ്തു വിറ്റിട്ട് വേണമെങ്കിലും പുതിയൊരു വസ്തു സ്ഥലവും വാങ്ങിക്കാനും മേടക്കൂറുകാർക്ക് യോഗമുണ്ട്. കാരണം മേടക്കൂറുകാർക്ക് ഇപ്പോൾ 7-2 ശനിയും കൂടെ ഉണ്ട്. അപ്പോൾ പൂർവിക വസ്തുക്കൾ വിറ്റിട്ട് പുതിയ വസ്തുക്കൾ വാങ്ങിക്കാനും നാട് വിട്ടും വീട് വിട്ടും ഒക്കെ താമസിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അപ്പോൾ 4-ൽ വേഴൻ നിൽക്കുന്ന സമയം കൊള്ളാം. അത് 10-ാം മാസം മുതൽ 12-ാം മാസം ജനുവരി മാസം 2027 ജനുവരി വരെ വേഴൻ നമുക്ക് 4-ന്ന് മാറി 5-ൽ വരും. ആ സമയം കൊള്ളാം. പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം ദീ പ്രതിബോധയശ
മനസ്സന്തുഷ്ടിച്ച പുണ്യവർ, സന്താനലാഭം, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ, ഉള്ള പിള്ളേർക്ക് നല്ല ഐശ്വര്യം, അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകാൻ, ആരോഗ്യം കിട്ടാനും, ബുദ്ധിശക്തി വർദ്ധിക്കാനും, മനസ്സിന് സന്തോഷം കിട്ടാനും, പുണ്യം കിട്ടാനും ഒക്കെ യോഗമുണ്ട്. അപ്പോൾ 2027 ജനുവരി മുതലാണ് ഈ വേഴൻ വീണ്ടും നമുക്ക് കർക്കിടകൻ രാശിയിൽ തിരിച്ചു വരുന്നത്. അങ്ങനെ വേഴൻ 3-ലും 4-ലും 5-ലും ഈ വർഷം 3 രാശികളിലാണ് വേഴത്തിൻ്റെ സഞ്ചാരം നമുക്ക് ഇംഗ്ലീഷ് വർഷപ്രകാരേണ ഉള്ളത്. അപ്പോൾ വേഴത്തിൻ്റെ 3 നിൽക്കുന്ന സമയം നമ്മൾ സൂക്ഷിക്കണം. മാത്രമല്ല ഈ ഏഴരാണ്ട് ശനിയും മേടക്കൂറുകാർക്കുണ്ട്. അത് വന്നാൽ നാനാരോഗം ഒന്ന് മാറി ഓരോ അസുഖങ്ങൾ, സുഖത്തിന്, സാമ്പത്തികം, ദാമ്പത്തികം, പുരോഗതിക്ക് തടസ്സം. ഈ സാമ്പത്തികം എന്ന് വെച്ചാൽ എത്ര സമ്പന്നന്മാരാണെങ്കിലും നമുക്ക് കടം തീരൂല, കാര്യങ്ങൾ പൈസ ഇല്ലാതെ മുടക്കിക്കളയും, കിട്ടാനുള്ളത് കിട്ടിയില്ല, തരാനുള്ളത് തരിയില്ല, കടവും കൂടാവും, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാവും. സ്ഥാനമാനങ്ങൾ പോവും, നമുക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷൻ, സാലറി, മെച്ചം, അവകാശം, അധികാരം ഇതൊക്കെ കിട്ടാനുള്ളത് കിട്ടാതെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു രാഷ്ട്രീയത്തിൽ നിന്ന, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന, ഒരു ജോലിയിൽ നിന്ന, ഒരു ബിസിനസ്സിൽ നിന്നാൽ ചാടി മാറി പോകരുത്. കാരണം ഉള്ളത് പോയാൽ പെട്ടെന്ന് കിട്ടാനും തടസ്സമാണ്. സ്ഥാനമാനങ്ങളൊക്കെ പോകുക, സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖത്തിന് ആണുങ്ങളല്ല പെണ്ണുങ്ങളാണ് ശത്രു. അമ്മമാർ പോലും ശത്രു ആവുന്നതാണ് ഏഴരാണ്ട് ശനി. അപ്പോൾ അതുകൊണ്ട് കാർത്തിക മേടക്കൂറുകാർക്ക് ഏഴരാണ്ട് ശനിയുണ്ട്. അപ്പോൾ അത് 2025 മാർച്ച് മുതൽ തുടങ്ങിയാണ്, 7.5 വർഷത്തേക്കാണ്. അതുകൊണ്ട് അമ്മമാരോടും അമ്മാവിമാരോടും അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന അമ്മമാരോടും വഴക്കിന് പോകരുത്. അവർ തന്നെ നമുക്കെതിരെ തിരിഞ്ഞ് നമുക്ക് തന്നതും തരാനുള്ളതും തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. വംശം വീട് സ്ഥലമൊക്കെ വിറ്റുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സമയമാണ്. ഈ കാർത്തിക എല്ലാവരോടും ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ആർക്ക് എന്തൊരു സേവനം വേണമെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും കൊടുത്ത് രക്ഷിക്കുന്നവരാണ്. അപ്പോൾ വല്ലവർക്കും വേണ്ടി നിങ്ങൾ ഒരുപാട് കടം വാങ്ങിക്കുകയും പിന്നെ വീട്ടിലുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. ശാസ്താവിനെ, ഹനുമാനെ, ശിവനെയൊക്കെ നമ്മൾ ഭജിക്കണം. ആ വേഴം 3 നിൽക്കുമ്പോൾ വിഷ്ണുവിനെ ഭജിക്കണം. 4 വരുമ്പോൾ നമുക്ക് എത്ര രോഗിയായിട്ട് ചാവാൻ കിടക്കുന്ന ഒരാളിൻ്റെ പ്രശ്നമാണെങ്കിലും രോഗശമനം വരും. കാരണം ഗുരു ശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹ സത്രാതുരോ വാജി. എത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് ഭവിക്കും 4 വേഴം വരുമ്പോൾ. ഇടവക്കൂറുകാർക്ക് വേഴൻ ഈ 2026 6 മാസം വരെ 2-ലാണ് നിൽക്കുന്നത്, നല്ലതാണ്. ശനി 11-ലാണ് നിൽക്കുന്നത്, അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീറായിട്ടിരിക്കുന്ന ഒരാൾ സീറാവുന്ന സമയമാണ്. വേഴൻ 2 നിൽക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ പകുതി വരെ നമുക്ക് സൗമ്യേ വിത്തകതേ പുരാർജിതധന നാമേവ വൃത്യുൽഭവ പ്രാപ്താപ്തർ ഭരണീയരജ്ജനസുഖം പൃഷ്ഠേതിയായാൽ ഫലോന്നാണ്. 2 വേഴൻ നിൽക്കുമ്പോൾ പുരാർജനം പൂർവിക സ്വത്തുവകകൾ നാമേവ വെറും പേരിന് മാത്രമേ ഉള്ളെങ്കിലും ഏവ വൃത്യുൽഭവ അഭിവൃദ്ധിപ്പെട്ടു വരും. പ്രാപ്താപ്തർ നമുക്ക് പോണ കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും. ഗൃഹോപകരണങ്ങളും പാത്രങ്ങളും ഒക്കെ വാങ്ങിക്കാൻ പറ്റും. സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്ത് പോകാൻ പോകുന്ന ലോണുകളും കാര്യങ്ങളും പരിഹരിച്ച് നമ്മുടെ സ്വർണവും വസ്തുക്കളും തിരിച്ചു പിടിക്കാൻ പറ്റും. പ്രത്യേകതയായാൽ എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് കിട്ടണ സമയം. ജോലി, അധികാരം, വിദ്യയും കുടുംബവും ധനവുമാണ് ജ്യോതിഷത്തിൽ 2. അപ്പോൾ ഇടവക്കൂറുകാർക്ക് വിദ്യ കിട്ടും. ഏത് വിദ്യകൾ പഠിക്കാനും പഠിപ്പിക്കാനും പോയാലും അത് ഉന്നത വിജയവും നേട്ടമൊക്കെ കിട്ടും. കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, അപ്പൂപ്പ, അമ്മമ്മ എല്ലാവരും ചേർന്നാണ് കുടുംബം. പലവരും അടിച്ചു പിരിഞ്ഞ് പോയിട്ടുള്ളവർക്ക് എല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള കൊതി തോന്നും. സ്നേഹിക്കും, ജീവിക്കും. സന്തോഷകരമായ കുടുംബം, ദാമ്പത്യ ഐശ്വര്യം അവർക്ക് കിട്ടും. ധനമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പൈസ അത്യാവശ്യമാണ്. അത് ഇഷ്ടംപോലെ പൈസ ജോലിയിൽ നിന്നും, പ്രവൃത്തിയിൽ നിന്നും, ബിസിനസ്സിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും.
അത് കഴിയുമ്പോൾ 2026 6 മാസം കഴിയുമ്പോൾ വ്യാഴം എത്രയിലേക്ക് വരും? ഇടവക്കൂറുകാർക്ക് വ്യാഴം 2-ൽ നിന്ന് മാറി 3-ൽ വരും. അവിടെയാണ് കലഹവും, മക്കളുമായിട്ട് കലഹം, സാമ്പത്തിക കലഹം, സഹോദര കലഹം ഒക്കെ ഉണ്ടാകും. ആ സമയത്ത് കലഹവും വിരോധവും വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ആ വ്യാഴം 3-ൽ നിന്ന് മാറി വീണ്ടും അത് ചിങ്ങൻ രാശിയിലേക്ക് 2026 10 മാസത്തിൽ ചിങ്ങൻ രാശിയിൽ 4-ലേക്ക് വരും. അപ്പോഴവർക്ക് വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ യോഗമുണ്ട്. ഇടവക്കൂറുകാർക്ക് 2-ലും പിന്നെ 6 മാസം മുതൽ 3-ലും 10 മാസം മുതൽ 2027 ജനുവരി വരെ 4-ലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ വീട്, വസ്തു, കെട്ടിടം, വാഹനം ഇതൊക്കെ ഉണ്ടാകും. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി 11-നും വ്യാഴത്തിൻ്റെ ഈ ആദ്യ പകുതി വരെയുള്ള അവസ്ഥയിലും 10 മാസം മുതൽ അടുത്ത ജനുവരി വരെയും 2027 ജനുവരി വരെയും നിങ്ങൾക്ക് നല്ല ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. ഇടയ്ക്കുള്ള കുറച്ച് മാസങ്ങൾ നാക്കത്തി ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ വണ്ടി ഓട്ടിക്കുന്നത്, പൈസ ഇടപാടുകൾ, എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കണം. ഇടവക്കൂറുകാരും മേടക്കൂറുകാരും വാഹനങ്ങൾ ഓട്ടിക്കുന്നത് സൂക്ഷിച്ചേ മതിയാവും. വീഴ്ചയും ഒടിവും അപകടമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യണം. ഈ കുടുംബകലഹം കൂടുതൽ ബാധിക്കുന്ന നാളുകാരാണ് ഇവർക്ക്. അത് എല്ലാവരോട് സ്നേഹം വരുമ്പോൾ വീട്ടിലുള്ളവരോട് സ്നേഹം കുറയും. അപ്പോൾ വീട്ടിലുള്ളവർ ശത്രുവാകും, നാട്ടിലുള്ളവർ കൂട്ടുവാകും. എന്നാൽ ലവർ, ഫ്രണ്ട്സ്, ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും കൂടെ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഒരാൾ കലപിച്ച് പോകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന മാനസിക വിഷമം ചെറുതല്ല, വലുതായിട്ട് തോന്നില്ല. അത് പോയത് പോട്ടെന്ന് വിചാരിക്കില്ല. അത് നമുക്ക് മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് വരെയുള്ള തോന്നലുകൾക്ക് വഴിയൊരുക്കുന്നത് കൊണ്ട് നമ്മൾ ദീർഘായുസ് കിട്ടാനും ഐശ്വര്യം കിട്ടാനും കാലഭൈരവ സ്വാമിക്കും ശാസ്താവിനും നാഗർക്കും ഹനുമാൻ സ്വാമിക്കും മുരുകസ്വാമിക്കുമൊക്കെ വഴിപാട് നടത്തണം. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ഈ വരുന്ന വ്യാഴമാറ്റവും ശനിമാറ്റവും ഒന്നും നമ്മളെ ഉപദ്രവിക്കില്ല. നമുക്ക് വളരെ ടോപ്പിലെത്താൻ പറ്റും. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴം ഉണ്ടെങ്കിൽ, സമയദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും വിഷമതകളും അനുഭവപ്പെടും. അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കുന്നത് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാള് ഇതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം. നമുക്ക് ഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധാഭക്തി പുരസ്സരം ജീവിക്കാൻ ശ്രമിക്കണം. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുരുക്കുകൾ മേടക്കൂറുകാർക്ക് വളരെയധികം ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാലഭൈരവ ക്ഷേത്രത്തിലെ പൂജകൾ, വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, പിതൃക്ക് ബലിയിട്ടൽ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കലശങ്ങൾ, ദ്രവ്യാഭിഷേകങ്ങൾ, പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പാകം മുതലായിരിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ദീപ ആരതി, ഇങ്ങനെ വിപുലമായ ക്ഷേത്ര ചടങ്ങുകളുണ്ട്. പറ്റുമെങ്കിലും ഒന്ന് ദർശനം നടത്തുന്നത് വളരെ ഭാഗ്യങ്ങളാണ്. ദോഷങ്ങൾക്ക് ഒരുപാട് ശമനം വരും. അവിടെ എല്ലാ ദൈവങ്ങളുടെയും ചൈതന്യമുള്ള സ്ഥലമാണ്. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും കാലഭൈരവനും മൃത്യുഞ്ജയമൂർത്തി, ശരവാമൂർത്തി, അഘോരമൂർത്തി, ഹനുമാൻ സ്വാമിയും, ചെറിയ കാലഭൈരവനും, ഗായത്രി ദേവിയും, വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ ഉള്ള സ്ഥലമാണ്. 2 ഗ്രഹപ്പഴം ഉണ്ടെങ്കിലും ആ സന്നിധിയിൽ എത്തപ്പെടും. ദുരിതങ്ങൾക്ക് പൂർണ്ണമായ ശമനം കിട്ടും. അയ്യപ്പനും മുരുകനും ഒക്കെ ഉണ്ട്, ഹനുമാനും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.